ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി താൻ വാങ്ങിയ ഭൂമി ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്കായി KGS ഗ്രൂപ്പിന് വിട്ടു നൽകില്ലെന്ന് ഭൂവുടമ എബ്രഹാം കലമൺ. വിമാനത്താവള പദ്ധതിക്കായാണ് KGS ഗ്രൂപ്പിന് തന്റെ ഭൂമി നൽകാൻ ധാരണയായത്. വിമാനത്താവളത്തിന് വേണ്ടി മാത്രം എന്ന നിബന്ധനയോടെയാണ് KGS ഗ്രൂപ്പിന് നേരത്തെ ഭൂമി നൽകാൻ താൻ തയ്യാറായതെന്നും എബ്രഹാം കലമൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ അതൊരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ആദ്യകാല ചിരകാല അഭിലാഷമാണ് മധ്യ തിരുവിതാംകൂറിൽ ഒരു എയർപോർട്ട് ഉണ്ടാകണം. അത് ആറന്മുളയാണ് അതിൻ്റെ ആപ്റ്റ് പ്ലേസ്. ഈ മധ്യ മുഴുവൻ മലയാളികളും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയ കോൺട്രിബ്യൂഷനാണിത്. അല്ല ഒരാടെ അല്ല, നമ്മുടെ ഭൂമിയാണ്. അവർക്കൊരു 100 ഏക്കർ സ്ഥലം അവർ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 250-ൻ്റെ കൂടെ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു 100 ഏക്കർ സ്ഥലം പലയിടത്തായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ആധാരം ഇവർക്ക് ഞാൻ എയർപോർട്ട് വരുവാണെങ്കിൽ ആധാരം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതി കൊടുത്ത ഓൺ കണ്ടീഷണൽ, ആ കണ്ടീഷനിൽ ആധാരം എഴുതി കൊടുത്ത അതിൻ്റെ പണം പോലും അവരെ തരാനില്ല. പിന്നെ അവർ 5000 കോടി പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് ക്ലസ്റ്റർ ആക്കുന്നുണ്ട്. അതൊക്കെ വെറും ഒരു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, TOFL എന്ന കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു IT അനുബന്ധ പദ്ധതി ഇപ്പോൾ ആലോചനയിലുള്ളത്. അതിനായി അപേക്ഷകൾ നൽകിയിരിക്കുന്നത്. പക്ഷേ എബ്രഹാം കലമൺ ഈ ഭൂമി തരാൻ തയ്യാറല്ല എന്നല്ലേ പറയുന്നത്? സുജയ, ഈ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായാണ് പല ആളുകളിൽ നിന്നായി എബ്രഹാം കലമൺ ആറന്മുള പ്രദേശത്തെ വയലുകൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിയത്. പിന്നീട് നമുക്കറിയാം, വലിയ സമരങ്ങളെ തുടർന്ന് ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ പദ്ധതി പ്രദേശത്ത് മറ്റൊരു പദ്ധതി തുടങ്ങാനുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ സർക്കാരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭൂമിയുടെ ഉടമയായിട്ടുള്ള എബ്രഹാം കലമൺ പറയുന്നത് തൻ്റെ പേരിലുള്ള 250ഓളം ഏക്കർ ഭൂമി ഒരു കാരണവശാലും ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന അങ്ങനെ ഒരു സംരംഭം നടത്താൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇവിടെ ആകെ 350 ഏക്കർ ഭൂമിയോളമാണ് നേരത്തെ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി കണ്ടെത്തിയിരുന്നത്. അതിൽ 250ഓളം ഏക്കർ ഭൂമിയാണ് എബ്രഹാം കലമണിന്റെ പേരിലുള്ളത്. അതേസമയം തന്നെ KGS ഗ്രൂപ്പിന്റെ കൈവശം ഒരു 100 ഏക്കർ ഭൂമി അവിടെ ഉണ്ടെന്നും അത് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണെന്നും ആ 100 ഏക്കറിൽ മാത്രം ഒരു പദ്ധതി തുടങ്ങാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നും കൂടി എബ്രഹാം കലമൺ പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു അപേക്ഷയിന്മേൽ ആ ഭൂമിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ എബ്രഹാം കലമൺ എന്ന ഭൂ ഉടമയുടെ ഈ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. ഒരു കാരണവശാലും KGS ഗ്രൂപ്പിന് വിമാനത്താവള പദ്ധതി അല്ലാതെ മറ്റൊരു പദ്ധതി തുടങ്ങാൻ ഒരിക്കലും ഭൂമി വിട്ടു നൽകില്ല എന്ന് എബ്രഹാം കലമൺ പറയുന്നു. അന്ന് ഈ വിമാനത്താവള പദ്ധതി എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് തൻ്റെ കൈവശമുള്ള ഭൂമി ഈ KGS ഗ്രൂപ്പിനെ വിട്ടു നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും എബ്രഹാം കലമൺ പറയുന്നുണ്ട്. വിമാനത്താവള പദ്ധതിയാണെങ്കിൽ പരിഗണിക്കാം, അല്ലാതെ മറ്റ് ഏതെങ്കിലും പദ്ധതിയാണെങ്കിൽ ഒരു കാരണവശാലും തൻ്റെ കൈവശമുള്ള 250 ഏക്കറോളം ഭൂമി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് എബ്രഹാം കലമൺ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ, ഇക്കാര്യത്തിൽ ഇപ്പോൾ കൃഷിവകുപ്പ് അടക്കം എതിർപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. കൃഷിമന്ത്രിയുടെ അടക്കം പ്രതികരണവും നമ്മൾ കണ്ടതാണല്ലോ. ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് എത്രത്തോളം നടക്കും പ്രവീൺ? സുജയ, ഈ ഒരു വിഷയത്തിൽ പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും നിയമപ്രകാരമുള്ള, അതായത് നെൽവയൽ സംരക്ഷണ തണ്ണീർത്തട നിയമപ്രകാരമുള്ള ആ പ്രദേശത്തെ ഒരു ഭൂമിയും നികത്താൻ അനുവദിക്കില്ല. പക്ഷേ അവിടെ ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങുന്നതിന് പാർട്ടി എതിരല്ല. അത് പക്ഷേ നിയമപരമായി തുടങ്ങാൻ പറ്റാവുന്ന സാഹചര്യത്തിലുള്ള ഭൂമിയിൽ തുടങ്ങുന്നതിനെ പാർട്ടി എതിർക്കില്ല. പക്ഷേ ആറന്മുളയിലെ വയലുകൾ നികത്തിയുള്ള ഈ പ്രദേശത്ത് ഒരു കാരണവശാലും അത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ വാക്കുകൾ തന്നെയായിരുന്നു ഇന്നലെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദും വ്യക്തമാക്കിയത്. അതായത് ആറന്മുളയിലെ നേരത്തെ സമരം നടന്നൊരു സാഹചര്യം നമുക്കറിയാം. ആ സമരം അവസാനിച്ചെങ്കിൽ പോലും ഇനിയിപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പദ്ധതിയുമായി വരികയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആ നെൽവയൽ നികത്തിയുള്ള ഒരു പദ്ധതിക്കും കൃഷി വകുപ്പിന്റെ അനുമതി നൽകില്ല എന്നുള്ളതാണ്. നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം ഒരു പദ്ധതിക്കായി സർക്കാരിലേക്ക് ഒരു അപേക്ഷ പോയപ്പോൾ സ്വാഭാവികമായും അത് നെൽവയലായതുകൊണ്ട് കൃഷി വകുപ്പിന്റെ കൂടി ഒരു പഠനം ഇക്കാര്യത്തിൽ വേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃഷി വകുപ്പ്
ഇപ്പോൾ അത് പാടില്ല, അവിടെ അത്തരം ഒരു പദ്ധതി ആ പ്രദേശത്ത് അനുവദിക്കില്ല എന്ന നിലപാട് കൃഷിവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭൂ ഉടമയും ഒപ്പം തന്നെ ആ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ കൃഷിവകുപ്പ് മന്ത്രിയും ഒക്കെ ഇത്തരം ഒരു പ്രസ്ഥാനവുമായി രംഗത്ത് വന്നതോടെ ഇത് എത്രമാത്രം ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കൂടി ഒരു സംശയം ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. സുജയ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.